വയനാട് അട്ടമലയിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങി വന്ന പശുക്കളെ അടക്കം ഇരകളാക്കുകയാണ്. അട്ടമലയിലുള്ള ആളുകളെ മാറ്റിപ്പാർക്കുകയും ഇവിടെ കന്നുകാലികൾ മാത്രം ബാക്കിയാവുകയും ചെയ്തതോടെയാണ് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി അട്ടമല മാറിയത്. വയനാട് ദുരന്തത്തിന് ശേഷം അട്ടമല ഇപ്പോൾ വിജനമാണ്. പാടികളിലും റിസോർട്ടുകളിലും ആളൊഴിഞ്ഞതോടെ അട്ടമല ശൂന്യമായി. ആടുകളും പശുക്കളും മാത്രമാണ് ഇപ്പോൾ ബാക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മാറ്റി താമസിപ്പിച്ചവർ ഇവയെ നോക്കാനായി മാത്രമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതോടെ വന്യമൃഗങ്ങളുടെ വിഹാരവും ശീലമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അട്ടമല വിവേക് നിവാസിലെ ബാലകൃഷ്ണന്റെ പശുവിനെ പുലി പിടിച്ചത്. ഭാര്യയും മക്കളും അടങ്ങുന്ന ബാലകൃഷ്ണന്റെ കുടുംബം കൽപ്പറ്റ എമിലിയിലെ വാടക വീട്ടിലാണ് താമസം. പശുവിനെ മേയ്ക്കാനും മാറ്റിക്കെട്ടാനുമായി ക്ഷീരകർഷകർ പകൽ മാത്രമാണ് അട്ടമലയിലെത്തുക. വ്യാഴാഴ്ച അട്ടമലയിൽ എത്തിയപ്പോഴാണ് ബാലകൃഷ്ണൻ പശു ചത്ത വിവരമറിയുന്നത്. നിലമ്പൂർ വനത്തിൽ നിന്നും വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് ചേക്കേറുകയാണ്. വ്യാഴാഴ്ച വനപാലകരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ചത്ത പശുവിനെ പരിശോധിച്ചു. അട്ടമല 2-ാം നമ്പറിൽ സരോജിനിയുടെ പശുവിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞ പുലി ബുധനാഴ്ചയാണ് ബാലകൃഷ്ണന്റെ പശുവിനെ കൊന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം മാത്രമല്ല, തേയിലത്തോട്ടങ്ങളും അനാഥമാവുകയാണ്. തോട്ടം തൊഴിലാളികൾ പണിയില്ലാതെ കഷ്ടപ്പെടുകയാണെന്നും ബാലകൃഷ്ണൻ പറയുന്നു. അങ്ങനെ ആള് മുഴുവൻ ഉണ്ടാകുമ്പോൾ പുലി ഇറങ്ങലില്ലായിരുന്നു. ഇപ്പോൾ ഈ ആള് താമസം തീരെ ഇല്ലാതായപ്പോൾ പുലി ഇറങ്ങുകയാണ്. പ്രദേശത്ത് ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുക, എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സർക്കാരിന് എന്തെങ്കിലും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തോട്ടം മേഖലയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആളുകൾ വന്നുകൂടും, മൃഗങ്ങളെ ശല്യം കുറയും. അപ്പം മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണിത്. ഒരുപാട് തൊഴിലാളികൾ ഇതുമായി ഉപജീവനമായിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കിപ്പോൾ വലിയ പ്രയാസത്തിലാണ്. ഇപ്പോൾ വാടകയ്ക്കും പല ഭാഗത്തായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലാണ് എത്രയും പെട്ടെന്ന് വേണ്ടത്. ഇവരൊക്കെ തിരിച്ചു വന്നാൽ മാത്രമേ നാട് പഴയ രീതിയിലേക്ക് മടങ്ങുകയുള്ളൂ എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.